ഹലോ ഹായ്. അപ്പോൾ നമുക്കിന്ന് നടന്നിട്ടുള്ള മാത്സിൻ്റെ 4ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യണത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ചിത്രം നോക്കൂ. ഒരു വാഹനത്തിൻ്റെ ചിത്രം 10 എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ചിത്രം നോക്കി ആകെ എണ്ണം കണക്കാക്കി എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ കോളത്തിൽ 3 കാറുകളുണ്ട്. അപ്പം അതായത് 3 × 10 = 30. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ 6 × 10 = 60. അങ്ങനെയാണെങ്കിൽ താഴെ 4 × 10 = 40. ഇത് പാർക്കിംഗ് ചാർജ്. കാറിന് 20 രൂപ, ബൈക്കിന് 10 രൂപ, സ്കൂട്ടിക്ക് 20 രൂപ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. പാർക്ക് ചെയ്ത ഇനത്തിൽ ആകെ എത്ര രൂപ കിട്ടിയെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു ഒരു കാർ എന്നുള്ളത് 10 എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 3 എണ്ണം ഉള്ളത്, അതായത് 30 എണ്ണം അല്ലേ, 30 എണ്ണം കാറുകളാണുള്ളത്. അതായത് 30 × 20 = 600. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നതിൽ ശരിയായതിന് ടിക്ക് ഇടുക. ബൈക്കിൻ്റെയും സ്കൂട്ടിയുടെയും എണ്ണം തുല്യമാണ്. ശരിയാണോ? ശരിയല്ലല്ലോ. അല്ല അല്ലേ. കാറിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ബൈക്കിൻ്റെ എണ്ണം. കാറ് 3 എണ്ണമാണ്, ബൈക്ക് എത്ര എണ്ണമാണ്? 6 എണ്ണം. അപ്പോൾ ശരിയാണല്ലോ അല്ലേ. അപ്പോൾ ശരിയെന്ന് ഇടുക. ഗ്രൗണ്ടിൽ 60 സ്കൂട്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. തെറ്റല്ലേ? അപ്പോൾ തെറ്റെന്ന് ഇടുക. സ്കൂട്ടിയുടെ എണ്ണം ബൈക്കിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലാണ്. അതും തെറ്റല്ലേ. ബൈക്കല്ലേ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ശരിയായത് ഇതിൽ ബി മാത്രമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2 കലോത്സവം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകൾ കിട്ടിയ പോയിൻ്റ് വിവരമാണ് തന്നിട്ടുള്ളത്. തിരുവനന്തപുരം 977, തൃശ്ശൂർ 1023, കണ്ണൂർ 1028, ഇടുക്കി 851, എറണാകുളം 978. അതിൽ ഈ ക്വസ്റ്റ്യൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ ജില്ല ഏതാണ്? നമുക്കിത് കണ്ണടച്ച് തന്നെ എഴുതാം. അതിൽ പോയിൻ്റ് നിലവാരം കണ്ടാൽ തന്നെ നമുക്കറിയാം 1028 ഇതിൽ ഏറ്റവും വലിയ സംഖ്യ. അതായത് കണ്ണൂരാണ് 1028 സ്കോറോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ബി ക്വസ്റ്റ്യൻ എന്താ? പട്ടിക നോക്കി പോയിന്റുകളെ കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക. അതായത് അവരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ സിമ്പിളാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. സംഖ്യ 1028, 1023, 978, 977, 850 അങ്ങനെയാണല്ലേ വരുന്നത്. സി ക്വസ്റ്റ്യൻ എന്താണ്? കലോത്സവത്തിൽ 1ാം സ്ഥാനക്കാർ 2ാം സ്ഥാനത്തേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ നേടിയെന്നാണ്. അതായത് 1ാം സ്ഥാനം കിട്ടിയത് കണ്ണൂരിനാണെങ്കിൽ 2ാം സ്ഥാനം കിട്ടിയത് തൃശ്ശൂരിനാണ്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക അല്ലേ. എങ്ങനെയാണ്? 1028 കുറക്കണം 1023 = 5 പോയിൻ്റാണ് കൂടുതലുള്ളത് കേട്ടോ. ഡി ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായതിന് ടിക്ക് ഇടുക. ഈ വർഷം സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് തൃശ്ശൂർ ജില്ലയാണ്. അത് തെറ്റാണല്ലോ അല്ലേ. നമ്മൾ കണ്ണൂരിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് പോയിന്റ് നേടിയത് എറണാകുളമാണ്. തെറ്റാണല്ലേ. ഇടുക്കിയാണ് ഏറ്റവും കുറവുള്ള പോയിന്റ് ലഭിച്ച ജില്ല. തിരുവനന്തപുരത്തിന് എറണാകുളത്തിനൊപ്പം എത്താൻ 2 പോയിന്റ് കൂടി ആവശ്യമാണ്. അതായത് തിരുവനന്തപുരത്തിന് 977 എറണാകുളത്തിന് 978 അതായത് 1 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ പ്രസ്താവനയും തെറ്റാണ്. ഈ എറണാകുളം ജില്ലയ്ക്ക് 1ാം സ്ഥാനക്കാരുടെ ഒപ്പം എത്താൻ 50 പോയിന്റ് കൂടി വേണം. അതായത് എറണാകുളത്തിന് 978 1ാം സ്ഥാനം, കണ്ണൂരിന് 1028. അപ്പോൾ സംഖ്യകൾ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 50 എന്ന് കിട്ടും. അപ്പോൾ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഈ പ്രവർത്തനം 3ലേക്ക് പോയാൽ പഠനോത്സവത്തിന് 36 കളർ പേപ്പർ 4 ഗ്രൂപ്പുകൾക്ക് തുല്യമായി കൊടുത്തു. ഒരു ഗ്രൂപ്പിന് എത്ര പേപ്പർ കിട്ടും? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. 36 × 4 = 9. അതായത് 4 ഗ്രൂപ്പുകളിലും 9 പേപ്പർ വെച്ചിട്ടാണ്, ഓരോ ഗ്രൂപ്പിനും 9 പേപ്പർ വെച്ചിട്ടാണ് കിട്ടുന്നത്. അടുത്തത്, ഒരു പേപ്പറിന് 2 രൂപ വീതം 36 പേപ്പർ വാങ്ങാൻ എത്ര രൂപ ചിലവാകും? സിമ്പിളാണ്. അതായത് ഒരു പേപ്പറിന് 2 രൂപ, അങ്ങനെ 36 പേപ്പറുകളുണ്ട്. അതായത് 36 × 2 = 72 രൂപയാണ് 36 പേപ്പർ വാങ്ങാൻ. ഒരു പേപ്പറിന് 2 രൂപ എന്നുള്ള നിരക്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ 72 രൂപയാണ് ചിലവാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 80 പേന 3 കുട്ടികൾ വ്യത്യസ്ത രീതിയിൽ പാക്കറ്റുകളാക്കി. അവർ എഴുതിയത് നോക്കൂ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. റീന 5 പേന വീതം 16 പാക്കറ്റ്, സാബു 10 പേന വീതം ഡാഷ് പാക്കറ്റ്, സീന ഡാഷ് പേന വീതം ഡാഷ് പാക്കറ്റ്. അതായത് റീന പാക്ക് ചെയ്ത് നോക്കിയേ. 5 പേന വീതം 16 പാക്കറ്റ്, അതായത് 16 × 5 = 80. അങ്ങനെയാണെങ്കിൽ സാബു 10 പേന വീതം ഡാഷ് പാക്കറ്റ്. 80 പേന വെച്ചിട്ടാണ് പാക്ക് ചെയ്യണതെന്ന് നമുക്കറിയാം. 10 പേന വീതമാണ് സാബു പാക്ക് ചെയ്യണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കുക? 80 × 10. 80 × 10 എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ സീന എത്രയോ പേന വീതം എത്രയോ പാക്കറ്റ് ഉണ്ടാക്കി. എത്ര പാക്കറ്റ് ഉണ്ടാക്കിയാലും 80 പേന ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 8 പേന വീതം 10 പാക്കറ്റ് എന്ന് എഴുതാമല്ലോ അല്ലേ. അത് 8 പേന വെച്ചിട്ട് 10 പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 8 × 10 80 ആയല്ലോ അല്ലേ. ഇനി അല്ലെങ്കിൽ നമുക്ക് 4 പേന വെച്ചിട്ടും പാക്ക് ചെയ്യാം അല്ലേ. 4 പേന വീതം എത്ര പാക്കറ്റ് വേണ്ടി വരും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 പാക്കറ്റ് വേണ്ടി വരും അല്ലേ. 20 × 4 എത്രയാണ്? 80. 4 പേന വീതം 20 പാക്കറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 27 മുത്തുപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? താഴെ തന്നതിൽ ശരിയായതിന് ടിക്ക് ഇടുക. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഓപ്ഷൻ എ പരിശോധിച്ച് കഴിഞ്ഞാൽ 9999, അതായത് ആ 4 ഒമ്പതുകളും കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 9 കൂട്ടണം 9 കൂട്ടണം 9 കൂട്ടണം 9, 4 36 അല്ലേ? 36 മുത്തുകൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? 27 മുത്തുകളാണുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 9990. നമുക്ക് ആ 4 സംഖ്യകളും കൂട്ടി നോക്കാം. അതായത് 9 കൂട്ടണം 9 കൂട്ടണം 9 കൂട്ടണം 0, 39 കൂട്ടിക്കഴിഞ്ഞാൽ 27 കിട്ടുന്നുണ്ട്. 27 മുത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ അബാക്കസിൽ ഇടാൻ പറ്റിയ ഒരു സംഖ്യ തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ സി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 കൂട്ടണം 9 കൂട്ടണം 8 കൂട്ടണം 1, അങ്ങനെയാണ് നോക്കുമ്പോഴും നമുക്ക് 27 മുത്ത് കിട്ടുന്നുണ്ടല്ലേ. അതായത് 9 കൂട്ടണം 9 18, 18 8 26, 26 1 27, അങ്ങനെ നോക്കിയാലും നമ്മൾ 27 മുത്ത് ഇടുന്നുണ്ടല്ലേ. ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 8 17, 17 9 26, 26 കൂട്ടണം 1 27, അതിലും 27 മുത്തുകൾ വെച്ച് ഇടുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയല്ലേ നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് വരിക അല്ലേ. അതായത് 9990 ആണ് ഇതിൽ വലിയ സംഖ്യ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവർത്തനം 4 ഭാരം എഴുതാം. പട്ടികയിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക. സാധനം കിൻഡൽ കിലോഗ്രാം. റബ്ബർ 4 കിൻഡൽ 50 കിലോഗ്രാം, അതായത് 450 കിലോഗ്രാം. നമുക്കറിയാം ഒരു കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോഗ്രാം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേങ്ങ 6 കിൻഡൽ 20 കിലോഗ്രാം. അതെങ്ങനെ നമുക്ക് കിലോഗ്രാമിലേക്ക് എഴുതാം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 600 + 20 620 കിലോഗ്രാം എന്ന് എഴുതാം. ഈ അടക്ക നമുക്ക് കിലോഗ്രാമിലാണ് തന്നിട്ടുള്ളത്. 270 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അതായത് നമുക്ക് ഇതിൽ 270 200 കിലോഗ്രാം, അതായത് 2 കിൻഡൽ + 70 കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ. 2 കിൻഡൽ 70 കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ കുരുമുളക് 1 കിൻഡൽ 50 കിലോഗ്രാം. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോ. 100 + 50 150 കിലോഗ്രാം. ബി ക്വസ്റ്റ്യൻ, കുരുമുളക് 3 ചാക്കിൽ തുല്യമായി നിറച്ച് വെച്ചു. ഒരു ചാക്ക് കുരുമുളകിൻ്റെ ഭാരം എത്ര? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എത്ര കിലോഗ്രാമിലാണ്? 150 കിലോഗ്രാം എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ചാക്കുകളായിട്ടാണ് ആ 150 കിലോഗ്രാം നിറക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ചാക്ക് കുരുമുളകിൻ്റെ ഭാരം എത്ര എന്നാണ് ചോദ്യം. ചെയ്യാം, ആ 150 കിലോനെ 3 ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ട് അല്ലേ. അതായത് 150 ഡിവൈഡഡ് ബൈ 3, 150 ഹരിക്കണം 3 സമം 50 കിലോഗ്രാം. ഒരു ചാക്കിൽ 50 കിലോഗ്രാമാണ് ഭാരം വരുന്നത്. സി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുവടെ കൊടുത്തവയിൽ ഒരു ടണ്ണിന് തുല്യമായതിന് ടിക്കിടുക. എ 100 കിലോഗ്രാം. 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിൻഡലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോഗ്രാം. സി 100 കിൻഡൽ. 100 കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോഗ്രാം ആണ്. ഓപ്ഷൻ ഡി 1000 കിലോഗ്രാം. 1000 കിലോഗ്രാമാണ് ഒരു ടണ്ണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1000 കിലോഗ്രാമാണ് ഒരു ടണ്ണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഈ 4 ബി ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ്. ഒരു പമ്പിൽ നിന്നും 3 ദിവസം വിറ്റ പെട്രോളിൻ്റെ അളവ് താഴെ തന്നിരിക്കുന്നു. തിങ്കളാഴ്ച 350 ലിറ്റർ 450 മില്ലി ലിറ്റർ, ചൊവ്വാഴ്ച 400 ലിറ്റർ 500 മില്ലി ലിറ്റർ, ബുധനാഴ്ച 350 ലിറ്റർ 150 മില്ലി ലിറ്റർ. എ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ദിവസമാണ് കൂടുതൽ പെട്രോൾ വിറ്റത്? സിമ്പിളാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചൊവ്വാഴ്ചയാണ് അല്ലേ. 400 ലിറ്റർ 500 മില്ലി ലിറ്റർ. ഏറ്റവും കൂടുതൽ പെട്രോൾ വിറ്റത് ചൊവ്വാഴ്ചയാണ്. ബി എന്താണ്? തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിറ്റ പെട്രോളിൻ്റെ ആകെ അളവ്. സിമ്പിളാണ്, തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും പെട്രോളിൻ്റെ ആകെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. 2 ദിവസത്തെയും കൂടി പെട്രോളിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ 780.950 എന്ന് കിട്ടും. 780 ലിറ്റർ 950 മില്ലി ലിറ്റർ. സി ക്വസ്റ്റ്യൻ എന്താണ്? ബുധനാഴ്ച വിറ്റ പെട്രോളിനേക്കാൾ എത്ര കൂടുതലാണ് ചൊവ്വാഴ്ച വിറ്റത്? അതായത് ചൊവ്വാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വിറ്റതെന്ന് പറഞ്ഞു. 4 ലിറ്റർ 500 മില്ലി ലിറ്റർ കുറക്കണം. ബുധനാഴ്ച വിറ്റത് എത്രയാണ്? 350 ലിറ്റർ 150 മില്ലി ലിറ്റർ. എത്രയാണ് കിട്ടുന്നത്? 20 ലിറ്റർ 350 മില്ലി ലിറ്റർ. അടുത്തത്, 1 ലിറ്റർ പെട്രോളിന് 106 രൂപയാണ് വില എങ്കിൽ 2 ലിറ്റർ പെട്രോൾ വാങ്ങണമെങ്കിൽ എത്ര രൂപ നമ്മൾ കൊടുക്കണം എന്നാണ് ചോദ്യം. 1 ലിറ്ററിന് 106 ആണെന്നുണ്ടെങ്കിൽ സിമ്പിളല്ലേ. 2 ലിറ്ററിന് 2 × 106 212. 2 × 106 സമം 212 രൂപയാണ് 2 ലിറ്റർ പെട്രോൾ വാങ്ങാൻ. എന്താണ്? 7 മണി കഴിഞ്ഞ് 15 സെക്കൻഡ് ആയപ്പോൾ സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. തന്നിരിക്കുന്ന ക്ലോക്കിൽ ഈ സമയം വരച്ച് ചേർക്കുക. അപ്പോൾ ആ തന്നിട്ടുള്ള ക്ലോക്കിൽ 7 മണിയിൽ മണിക്കൂർ സൂചി, 12 മണിയിൽ മിനിറ്റ് സൂചിയും 3 എന്നുള്ളതിൽ 15 സെക്കൻഡ് സൂചിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി.
പ്രവർത്തനം 5B ടൂറിസ്റ്റ് കേന്ദ്രം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം താഴെ തന്നിരിക്കുന്നു. കുതിരമാളിക 2 കിലോമീറ്റർ 200 മീറ്റർ, കോവളം 12 കിലോമീറ്റർ 400 മീറ്റർ, നെയ്യാർ ഡാം 29 കിലോമീറ്റർ, മൃഗശാല 3 കിലോമീറ്റർ 60 മീറ്റർ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുതിരമാളികയിലേക്ക് എത്ര മീറ്റർ ദൂരമുണ്ട്? അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുതിരമാളികയിലേക്ക് നമുക്ക് കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. 2 കിലോമീറ്റർ 200 മീറ്റർ എന്നുള്ളത് നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 2000 മീറ്റർ പ്ലസ് 200 മീറ്റർ, 2200 മീറ്റർ. തേജു നെയ്യാർ ഡാമിലേക്ക് ബൈക്കിലാണ് പോയത്. 17 കിലോമീറ്റർ 500 മീറ്റർ എത്തിയപ്പോൾ പെട്രോൾ പമ്പിൽ നിർത്തി. ഡാമിലേക്ക് ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? അതായത് നമുക്ക് നെയ്യാർ ഡാമിലേക്കുള്ള ദൂരം എത്ര തന്നിട്ടുണ്ട്? 29 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൽ 17 കിലോമീറ്റർ 500 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 29 കിലോമീറ്ററിൽ നിന്ന് 17 കിലോമീറ്റർ 500 മീറ്റർ കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 11 കിലോമീറ്റർ 500 മീറ്റർ എന്ന് കിട്ടും. ജിനു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോവളത്തിലേക്ക് പോയി തിരിച്ച് സ്റ്റേഷനിലെത്തി. ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോവളത്തിലേക്കുള്ള ദൂരം പ്ലസ് കോവളത്തിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കും അതേ ദൂരമായിരിക്കുമല്ലോ അല്ലേ? അതായത് 12 കിലോമീറ്റർ 400 മീറ്റർ പ്ലസ് 12 കിലോമീറ്റർ 400 മീറ്റർ, അതായത് 24 കിലോമീറ്റർ 800 മീറ്റർ. ഡി. മനുവും കുടുംബവും മൃഗശാലയിൽ 11 മണിക്ക് എത്തി. 2 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇറങ്ങിയ സമയം ക്ലോക്കിൽ വരച്ചു ചേർക്കുക. 11 മണിക്ക് എത്തിയെന്നുണ്ടെങ്കിൽ 11 മണി കഴിഞ്ഞ് 2 മണിക്കൂർ, അതായത് 12, 1, പിന്നെ ഒരു 15 മിനിറ്റ് കൂടി, അതായത് 1:15 അവർ തിരിച്ച് പുറത്തിറങ്ങിയത്. 11 മണി കൂടി 2 മണിക്കൂർ പ്ലസ് 15 മിനിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1:15 എന്നുള്ളതാണ്. 1 മണി 15 മിനിറ്റാണ് കിട്ടുന്നത്. താഴെ തന്നവയിൽ ശരിയായതിന് ടിക്കിടുക. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ 1 മീറ്റർ, 1 കിലോമീറ്റർ 100 മീറ്റർ, 1 സെൻറ്റിമീറ്റർ 100 മില്ലിമീറ്റർ. ഇതിൽ ഏതൊക്കെയാണ് ശരി? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ അത് ശരിയാണ്. 10 മീറ്റർ 1 മീറ്റർ അത് തെറ്റാണ് അല്ലേ? 1 കിലോമീറ്റർ 1000 മീറ്റർ അത് ശരിയാണല്ലോ അല്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ 100 മില്ലിമീറ്റർ അത് തെറ്റാണല്ലോ അല്ലേ? അതായത് 1ഉം 3ഉം ആണ് ശരി. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൽ ടിക്ക് ഇടേണ്ടത്. ഓപ്ഷൻ ബി എന്നുള്ളതാണ് ഇതിൽ ശരിയായ പ്രസ്താവന.